എന്നെ ഒന്നും ചെയ്യല്ലേ. നിങ്ങളെ ഒന്നും ചെയ്യൂല. കുടിവെള്ളം ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതില്ല. ഇല്ല. ഈ ഇവിടെ നിന്ന് കാട്ടാക്കടത്ത് പോണ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോ കൊല്ലോണം മുക്കി പോയി 2 കുടം വെള്ളം എടുത്ത് ആ വീട്ടിൽ നടയിൽ കൊണ്ടുപോണതിന് 50 രൂപ ആട്ടോയ്ക്ക് കൊടുക്കും. 2 കുടം വെള്ളം അറിയാമോ? അങ്ങനെ ആട്ടോയിൽ കൊണ്ട് ഈ മഴ സമയത്തും ആട്ടോയിലാണ് ഞങ്ങൾ വെള്ളം കൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലും അങ്ങനെ ഒരു ദയനീയാവസ്ഥ പറയുമ്പോ മുമ്പത്തെ പറഞ്ഞപ്പോ അവർ ഞങ്ങൾക്ക് റോഡ് വാട്ടർ സപ്ലൈ ഓഫീസിൽ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ മുമ്പർ പറഞ്ഞെന്ന് ഇങ്ങനെ വെട്ടണ്ടാന്ന് അവന്റെ അപ്പന്റെ അവസ്ഥ വെട്ടണ്ടാന്ന് അവൻ പറയാം. ഇതെല്ലാത്തിനും പരിഹാരം ഉണ്ടാവും, ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നമുക്ക് കൊള്ളാം. അത് പറ, നമ്മള് വല്ലയിടത്തും കിടക്കും. നമ്മള് പറഞ്ഞ് അവര് പേപ്പറിലെല്ലാം ഇട്ടിരുന്നു വെള്ളം ഒന്നും ഇതുപോലെ അവര് മറ്റേവര് പേപ്പർ വായിച്ചു കാണത്തില്ല. അതാ അത് ഈ പേപ്പറിൽ വന്നവര് അവര് വായിച്ചു കാണത്തില്ല. മന്ത്രി അതെ ഞാൻ എന്തോ അഥവാ നമ്മളിപ്പോ ഒരു വാർത്ത കൊടുത്ത് ന്യൂസിൽ വന്നാൽ തന്നെ അവര് പാർട്ടിക്കാർ ഉടനെ കട്ട് ചെയ്യും. അത് തീർച്ച ഉറപ്പ് കാര്യം ഞങ്ങൾക്കറിയാം. 25 വർഷമായി ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് കണ്ട നിങ്ങൾ എനിക്കിതാ ഈ ഒരു കണ്ണ് കണ്ടുകൂടാത്ത ഞാനാണ്. 3 പ്രാവശ്യം താഴെ വെള്ളം എടുക്കാൻ പോയപ്പോ ഓടയിലുണ്ട്. മുമ്പത്തേല് ഞാൻ പറഞ്ഞു നിങ്ങൾ വോട്ടിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നല്ലേ, ഞങ്ങൾക്ക് കുടിവെള്ളവും റോഡും അല്ലേ ചോദിച്ചോളൂ. എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. കാര്യം ഞങ്ങളവിടെ താമസിക്കുന്ന ആളാണ്. ഞങ്ങൾ നേരം വെളുത്ത് 5 മണിക്ക് ഇവിടെ വരും. തിരിച്ചിവിടെ നിന്ന് പോകുമ്പോ 5 മണിയാവും 6 മണിയാവും. കുടിവെള്ളം ഇല്ല, റോഡില്ല. ഇത് പല വാർത്തക്കാരും പോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപയോഗവും ഇല്ല. ഇത് ഞങ്ങള് വാർത്തക്കാരൊന്നുമല്ല. ഞാനിത് എന്തായാലും ഇതുപോലെ ഫോണിലും വന്നിട്ടുണ്ട്. ഒരു ഉപയോഗവും നമ്മളിങ്ങനെ നടന്നു പോയ വഴിക്ക് മീൻകാരി അമ്മച്ചി കണ്ടപ്പോഴത്തേക്ക് ഒരു ഉപയോഗവും നമുക്കില്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സങ്കടത്തോടെ പറയുന്നത്. അതന്നെ, ആ സങ്കടം മനസ്സിലായി. പക്ഷേ ഇത് നമ്മള് എന്തോ എല്ലാരും പറഞ്ഞു അയ്യോ ഇവര് വിചാരിച്ചു ഞാൻ സ്ഥലം MLA ആണെന്നാണ് എനിക്കറിയാം. മന്ത്രിയല്ല ആരുമല്ലേ വോട്ടിന് വേണ്ടി ഞങ്ങൾ അവിടെ വന്നു. അവസാനം അവനിൽ നിന്ന് വോട്ട് പിടിച്ചവന്മാർ അവൻ പറഞ്ഞറിയാം എന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യാൻ എല്ലാവരുടെയും ഞങ്ങൾ താങ്ങി. കുടിവെള്ളത്തിന് റോഡിന് എല്ലാവരും. അയ്യോ സമാധാനമില്ലേ ഞാൻ ഓടിപ്പോവാന്നേ. എനിക്ക് റോഡ് പണിഞ്ഞു തരാൻ വയ്യായി. അമ്മ എല്ലാം ശരിയാവും. എല്ലാം 25 വർഷം കൊണ്ട് പോലെ പരാതി പറയുന്നു. മുമ്പ് പോണ് പഞ്ചായത്തിൽ പോണ് എല്ലാവരും നമ്മൾ പോകല്ലേ. പിന്നെ അങ്ങ് മടുത്ത് എന്തിനു എവിടെയൊക്കെ കാല് പിടിക്കുന്നത്. ഒരുത്തന്റെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. വേറെ ആവുള്ള കാലം വരെ പിന്നെ ഇത് വേദനയാണ് പറയുന്നത്. വേദന കണ്ട് തന്നെയാണ് പറയുന്നത്. വേദനയും സങ്കടം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു കൂടെ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ പെടുന്ന പാട് കണ്ട ദൈവം സഹിക്കില്ല. അറിയാമോ? അവസാനം ബില്ല് വരെ വന്നു. ബില്ല് വരെ ഞങ്ങൾ കൊണ്ടടച്ചു. ഇപ്പൊ വരുന്ന ബില്ലിന് പൈസ കൊടുക്കണില്ല. എന്തിന് 3 വീട്ടിലും കൂടി 2100 രൂപ ബില്ല് കൊണ്ടടച്ചു. വെള്ളം കിട്ടിയിട്ടല്ല, അങ്ങനെയെങ്കിലും അടച്ചാലെങ്കിലും കിട്ടത്തുള്ളൂ. അതുപോലും കിട്ടിയില്ല. അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നേരെയാവുമെന്ന് വിചാരിക്കാം. എന്തോ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു വെള്ളം പോകുമ്പോ വേറൊരു വെള്ളം വരുമെന്ന് പറഞ്ഞ ഒരു വെള്ളം പോകുമ്പോ ഇതാണ് പൊതുവെ സാധാരണ ജനത്തിന്റെ ഒരു അവരുടെ മനോഭാവം. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ അടുത്ത ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അധികാരികൾ ആരെങ്കിലും കണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കത്രേ പറയാനുള്ളൂ. നേതാക്കന്മാരെ, നിങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കി. നമുക്ക് നാളെ കാണാം.